ഒരു ഡിമാറ്റ് അക്കൗണ്ട് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാമെന്നുള്ളത്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യണം ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യമുണ്ട്. ആലീസ് ബ്ലൂയിൽ ഒരു അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമാണ് നമുക്കിപ്പം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. Hey all, this is Vered here, your coach, your mentor, your trainer in trading. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്? നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യണം ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ആലീസ് ബ്ലൂയിൽ ഒരു അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. കുറെ അധികം പല പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രോക്കേഴ്സ് ഉണ്ട്. ഇതിനെല്ലാം എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഡണ്ണിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, സിറോദയിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അപ്സ്റ്റോക്സിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഫയേഴ്സിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ആലീസ് ബ്ലൂയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആലീസ് ബ്ലൂയിൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പം വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ നമ്പർ ഇവിടെ കൊടുക്കുക. ഈ നമ്പർ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് നമ്പർ ആയിരിക്കണം. നമ്മളുടെ ആധാർ ഇല്ലെങ്കിൽ പാനുമായിട്ട് രജിസ്റ്റർ ചെയ്ത നമ്പർ ആയിരിക്കണം. ഇത് കഴിഞ്ഞാലുടനെ ഈ ഒരു നമ്പറിലേക്ക് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നമ്മൾ ഇവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു OTP ഇവിടെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ഫുൾ നെയിം ഇവിടെ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ മെയിൽ ID കൂടെ നമ്മൾ ഇവിടെ കൊടുക്കുക. ഈ മെയിൽ ഐഡിയിലേക്ക് നമുക്ക് OTP വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു മെയിൽ ID കൊടുക്കേണ്ടതായിട്ടുണ്ട്. മെയിൽ ഐഡിയിലേക്ക് നമുക്കിപ്പോൾ OTP പോയിട്ടുണ്ട്. ആ ഒരു OTP നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ആ ഒരു OTP നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുക. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ റീഡയറക്ട് ചെയ്യുന്നതായിരിക്കും വേറെ ഒരു പേജിലേക്ക്. അടുത്തത് നമ്മളൊരു 6 ഡിജിറ്റ് പിന്ന് നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു പിന്ന് വെച്ച് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. സോ ഒരു പിന്ന് നമ്മളിവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. ആ ഒരു പിൻ നിങ്ങൾ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിൻ അവിടെ കൊടുക്കാവുന്നതാണ്. അടുത്തത് ഇത് ഡു യു വാണ്ട് ടു ഓപ്പൺ എ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട്. നിങ്ങൾക്ക് ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഡയറക്ട്ലി ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അടുത്തത് ക്ലിക്ക് ടു പ്രൊസീഡ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നമുക്കിനി ആധാർ, പാൻ കാർഡ്, നമ്മളുടെ ഇപ്പൊ ഡിജി ലോക്കറിൽ നിന്ന് ഡയറക്ട്ലി ഈ ഡേറ്റാസും കാര്യങ്ങളെല്ലാം നമുക്ക് ഫെച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഡിജി ലോക്കർ എല്ലാവരും ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഡിജി ലോക്കർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇത് ഡിജി ലോക്കറിന്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. അപ്പൊ നമ്മൾ ഡിജി ലോക്കറിലേക്ക് റീഡയറക്റ്റ് ആകുക. ഞാൻ ഇവിടെ ആധാർ നമ്പർ ഇവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇവിടെ ഈ ഒരു ഞാൻ കൊടുത്ത എന്റെ ആ ഒരു ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്തേക്കുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് നമുക്ക് OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞേക്കുകയാണ്. ഇനി നമുക്ക് ഡിജി ലോക്കറിന്റെ നമ്മളുടെ ഒരു പിന്നുണ്ടല്ലോ, ആ പിൻ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡിജി ലോക്കറിന്റെ പിൻ കൊടുത്തു, ഡിജി ലോക്കറിലോട്ടുള്ള ആക്സസ് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടുന്ന് നമ്മൾ ആധാറും പാനിന്റെയും ഡേറ്റാസ് ഫെച്ച് ചെയ്യാനായിട്ട് നമ്മൾ അലോ ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ പെർമിഷൻ നമ്മൾ കറന്റ് ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഡേറ്റാസ് ഡിജി ലോക്കറിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കഴിയും. ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമായിരിക്കും ഇത് എടുക്കുക. അത് ഇവിടെ കഴിഞ്ഞു, ഡേറ്റ ഇവിടെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ഇത് ഓൾമോസ്റ്റ് ഡേറ്റാസ് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാനായിട്ട് ഡേറ്റാസ് കാണിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു 100% വരെ ആകുമ്പോൾ നമുക്ക് നേരെ റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 50, 60,
ഗ്രേറ്റ്. സി ആലീസ് ബ്ലൂവിന്റെ വേറൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇത് സിംഗിൾ മാർജിൻ ആണ്. ഞാൻ എന്തുകൊണ്ട് ആലീസ് ബ്ലൂ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ മാർജിൻ ആയതുകൊണ്ടാണ്. അതായത് കമ്മോഡിറ്റീസിലും ഇക്വിറ്റീസിലും നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ സിറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്സിലൊക്കെ നമുക്ക് 2 അക്കൗണ്ട് വേണം. ബട്ട് ഇവിടെ ഒരു അക്കൗണ്ട് മാത്രം മതി. ജസ്റ്റ് ലൈക്ക് 2 അക്കൗണ്ട് ആകുമ്പോൾ 2 അക്കൗണ്ടിൽ നിങ്ങൾ ഫണ്ട് ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഒരു അക്കൗണ്ട് ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടിനും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ പാനും ആധാറും എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളുടെ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് വെരിഫൈ ചെയ്യുക. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് മാനുവലി നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം, രണ്ടാമത്തത് UPI വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ വേറെ ഒന്നുമില്ല, നമ്മുടെ UPI ആപ്പ് നമ്മൾ നേരെ എടുക്കുക, അത് നേരെ ഒന്ന് സ്കാൻ ചെയ്യുക. അപ്പൊ നമ്മൾ ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ വെറും 1 രൂപ മാത്രം നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാങ്കിന്റെ വെരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ തീരും. അത് ആ ബാങ്ക്, നിങ്ങൾ ഏത് ബാങ്ക് വെച്ചാണോ പേയ്മെന്റ് ചെയ്യുന്നത് അതിന്റെ തന്നെ 6 months സ്റ്റേറ്റ്മെന്റും നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇത് നോക്കുക, ഡിസ്ക്ലോഷർ വന്നിട്ടുണ്ട്. നോർമലി സെബിയുടെ റൂൾ അനുസരിച്ചിട്ട് വരുന്ന ഒരു ഡിസ്ക്ലോഷർ ആണ്. നമ്മളിവിടെ നോക്കുമ്പോൾ F&O, കറൻസി, കമ്മ്യൂണിറ്റി മാർക്കറ്റ്, ക്യാഷ് മാർക്കറ്റ് എല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മളിവിടെ കറന്റ്ലി ഇല്ലെങ്കിൽ നമ്മൾ ഇതിവിടെ ആക്സസ് ചെയ്യുകയാണ്. ഇതിനുള്ള 6 months സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി കറൻസീസിൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൽ ചെയ്യാനായിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അടുത്തത് നമ്മളിവിടെ നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്ത് പോവുകയാണ്. ഇനി അടുത്തത് ഇതിന്റെ OTP കൂടെ വേണം. ലെറ്റ്സ് സേ ഹിയർ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു OTP കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് രണ്ട് ബാങ്ക്, അതായത് ഈ നമ്പറിന്റെ ബേസിസിൽ 2 ബാങ്ക് ഉണ്ട്. ഞാനിപ്പോ കറന്റ്ലി SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാത്രമാണ് കറന്റ്ലി കൊടുത്തിട്ടുള്ളത്. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് വരുന്നതായിരിക്കും. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൂഫ് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാലറി സ്ലിപ്പ് ആകാം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആകാം, ഡിമാറ്റ് ഹോൾഡിംഗ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കറന്റ്ലി കൊടുക്കുകയാണ്. ലാസ്റ്റ് 6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കറന്റ്ലി ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം ഈ പറയുന്ന ഫയലിന് ഒരു പാസ്വേഡ് ഉണ്ട്. അപ്പൊ ആ പാസ്വേഡ് കൂടെ ഞാൻ ഇവിടെ കൊടുത്തു വിടേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യണം. അതായത് നമ്മുടെ മദറിന്റെ നെയിം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഒക്യുപ്പേഷൻ, നമ്മൾ ബിസിനസ് ആണോ, പ്രൊഫഷണൽ ആണോ, സ്റ്റുഡന്റ് ആണോ, ഇല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് എന്താണ്, ആനുവൽ ഇൻകം എത്രയാണ്, മാസ്റ്റർ സ്റ്റാറ്റസ്, ഇതെല്ലാം നമ്മൾ ഇതിൽ ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. റൈറ്റ്. സോ നമ്മൾ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുകയാണ്. സെലക്ട് നമ്മുടെ എക്സ്പീരിയൻസ് എത്ര നാളുണ്ട്, നോ എക്സ്പീരിയൻസ് 1 year. ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ട് ആണ് ഞാൻ ചെയ്യുന്നത്. സോ ഞാനത് അവിടെ നോ എക്സ്പീരിയൻസ് 0, ടോട്ടലി 0 എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ മെയിൽ ആൻഡ് മാസ്റ്റർ സ്റ്റാറ്റസ് സിംഗിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നു. സിംഗിളോ വാട്ട് ബിറ്റ് ഇസ് റൈറ്റ്. ആൻഡ് ആനുവൽ ഇൻകം 5 to 10 lakh എന്ന രീതിയിലോട്ട് കൊടുക്കുന്നു. ദെൻ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെന്റ് സൈക്കിൾ ഞാൻ ക്വാർട്ടർലി കൊടുത്തു വെച്ചേക്കുന്നു. ഓക്കെ. സോ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അടുത്തത് നമ്മൾ നോമിനി ആഡ് ചെയ്യാനായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നോമിനി ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പം കറന്റ്ലി ജസ്റ്റ് ഇതങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ്. നോമിനി ആഡ് ചെയ്യണം, കമ്പൽസറി ആണ്, നിങ്ങൾ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വിട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇവിടെ നോക്കുക. ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് വാലിഡേറ്റ് ചെയ്ത് വിടുക. ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെൽഫി ഇതിനകത്ത് എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും ഇതിനകത്ത് ആവശ്യമുണ്ട്. അപ്പം അത് ചെയ്യാനായിട്ട് നമുക്ക് പ്രോസസ്സിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ആ ഒരു വെരിഫിക്കേഷനിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇനി അടുത്തത് സൈൻ ഇൻ ആണ്. നിങ്ങൾ ഇതെല്ലാം ഒന്ന് വായിച്ചു കഴിഞ്ഞ് മൊത്തത്തിൽ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. നേരെ പോവുക, സൈൻ ഇൻ ചെയ്യുക. മൊത്തം നിങ്ങൾക്ക് വായിക്കുക, ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ കൊടുത്തേക്കുക. ഫൈൻ ഹിയർ KYC വെരിഫിക്കേഷൻ റൈറ്റ് പ്രോസസ്സിംഗ്. സോ ഇത് വലിയ ഡിലേ ഒന്നും ഇല്ല. എല്ലാം അങ്ങ് വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു പോകാവുന്നതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നേരെ കമന്റിൽ ഇടുക. തീർച്ചയായിട്ടും നമ്മളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇതിനു വേണ്ടി. നെക്സ്റ്റ് വൺ വെരിഫിക്കേഷൻ. നിങ്ങൾ ഈ ഡോക്യുമെന്റേഷൻ ഫുൾ ഒന്ന് നിങ്ങൾ വായിക്കുക. ദെൻ അത് ഫുൾ ഫോർവേഡ് ചെയ്തേക്കുക. ദെൻ സൈൻ യുവർ ഡോക്യുമെന്റ്. ഇത് നമ്മൾ പിന്നെയും ഒന്ന് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു ആധാർ വെരിഫിക്കേഷൻ കൂടെയാണ് ഇവിടെ ഫൈനലി നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആധാർ നമ്പർ ഇവിടെ ഫുൾ കൊടുക്കുക. ഇതിന്റെ OTP നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ OTP, സെൻഡ് OTP. നമുക്കിവിടെ OTP വരുന്നതായിരിക്കും. OTP നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളത്. ലെറ്റ്സ് ഒരു 95% ഇല്ലെങ്കിൽ അതിന് മുകളിൽ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ.
വലിയ സമയമൊന്നും എടുത്തില്ല അല്ലെ, വളരെ ഒരു ചുരുക്കം 5 to 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഡിമാറ്റ് ഈവൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമാണ് നമുക്കിപ്പം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. സോ ഇതിന്റെ ഡീറ്റെയിൽസ്, നിങ്ങൾ എന്താണ് ട്രേഡർ ആയിട്ടാണോ ഒരു ഇൻവെസ്റ്റർ ആയിട്ടാണോ നിങ്ങൾ കൂടുതൽ പോവുക എന്നുള്ള കാര്യം, എക്സ്പീരിയൻസ് എന്താണ്, ബിഗിനർ ആണ്, നിങ്ങൾ പ്ലാനിങ് എപ്പോഴാണ്, ട്രേഡിംഗിൽ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴാണ്, ഞാൻ ഇൻ 3 days എന്ന രീതിയിൽ കൊടുക്കുന്നു, എത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഡീറ്റെയിൽ നിങ്ങൾ ഇതിൽ കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഇത് ചെയ്യാനായിട്ട് താല്പര്യമുള്ളത് അത് നിങ്ങൾ കറന്റ് കൊടുത്തു വിട്ടേക്കുക. ദെൻ വാലിഡേറ്റ് ചെയ്യുക. റൈറ്റ്. സോ ജസ്റ്റ് ലൈക്ക് ഒരു ഡീറ്റെയിൽ ഇത് ഫുള്ള് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇത് വാലിഡേറ്റ് ചെയ്ത് വിടുക. ജസ്റ്റ് ലൈക്ക് അവർക്കൊരു ഡേറ്റ ഒരു ലൈക്ക് നമ്മളുടെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ്, ഇത്രയും മാത്രമാണ് നമുക്കുള്ളത്. ആൻഡ് ഫൈനലി നമ്മളൊരു സൈൻ ഇൻ ഫോം കൂടെ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് നോട്ട് ദാറ്റ് യുവർ അക്കൗണ്ട് വിൽ ബി ആക്ടിവേറ്റഡ് വിത്തിൻ 24 hours. നമ്മുടെ ഈ ഒരു അക്കൗണ്ട് വിത്തിൻ 24 hours ആക്റ്റീവ് ആകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മെയിലും കാര്യങ്ങളും എല്ലാം വന്നോളും. അതുവരെ നിങ്ങൾ സമാധാനത്തിലിരിക്കുക. ഇത്രയും മാത്രമാണ്. ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻ കേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി കുറെ അധികം ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. ടിൽ ദെൻ ബൈ.